അങ്ങനെ ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്യയും ഒക്കെ തൻ്റെ അധീനതയിലാക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഹിറ്റ്ലറിന് ആദ്യകാലങ്ങളിൽ തുണയായി നിന്നത് ജപ്പാനായിരുന്നു. യുദ്ധം കൂടാതെ തന്നെ ഓസ്ട്രിയ ജർമ്മനിയുമായി ലയിച്ചു. മുസോളിനിയും ഹിറ്റ്ലറും എഡ്വേർഡ് ഡെലാഡിയർ തുടങ്ങിയ നേതാക്കൾ മ്യൂണിക്കിൽ ഒരുമിച്ച് കൂടി തയ്യാറാക്കിയ മ്യൂണിക് ഉടമ്പടി പ്രകാരം ചെക്കോസ്ലോവാക്യയുടെ ചില പ്രദേശങ്ങൾ ജർമ്മനിക്കായി വിട്ടുകൊടുക്കപ്പെട്ടു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വാഴ്ചയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും തടയിടുവാനായിട്ട് ഇത് കാരണമായി. അത് പരിഗണിച്ച് ടൈം മാഗസിൻ 1938 മാൻ ഓഫ് ദി ഇയറായി ഹിറ്റ്ലറെ വാഴ്ത്തുകയുണ്ടായി. ബ്രിട്ടനെ പ്രധാന ശത്രുവായി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹിറ്റ്ലറിന്റെ മുമ്പോട്ടുള്ള പ്രയാണം. പോളണ്ട് കീഴ്പ്പെടുത്തിയാൽ അത് ബ്രിട്ടനിട്ട് നല്ലൊരു അടിയാകും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് പോളണ്ട് പിടിച്ചെടുക്കുവാനായി ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടുന്നു. സ്റ്റാലിന്റെ റെഡ് ആർമിയുടെ സഹായത്താൽ പോളണ്ട് പിടിച്ചെടുത്ത് പോളണ്ടിനെ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും പകർത്തെടുക്കുന്നു. 1940 ഫ്രാൻസിനെ ആക്രമിച്ച് ബെൽജിയം, നെതർലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ജർമ്മനിയുടെ ഭാഗമാക്കി മാറ്റി. പിന്നീട് വടക്കേ ആഫ്രിക്ക, ബാൽക്കൻസ്, മിഡിൽ ഈസ്റ്റ്, ലിബിയ, യുഗോസ്ലോവിയ, ഗ്രീസ് ഇവിടെയെല്ലാം ജർമ്മൻ സൈന്യത്തെ വിന്യസിച്ച് ഹിറ്റ്ലർ ജർമ്മൻ സാമ്രാജ്യം വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു. മുമ്പ് തൻ്റെ കൂടെ സഹായിയായിരുന്ന സ്റ്റാലിന്റെ സോവിയറ്റ് യൂണിയനെയും കരാറുകളെല്ലാം ലംഘിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ഹിറ്റ്ലർ കയറി ആക്രമിക്കുകയുണ്ടായി. പക്ഷേ മുമ്പും പിമ്പും നോൽക്കാതെയുള്ള നെറികെട്ട ഈ ആക്രമണമാണ് ഹിറ്റ്ലറിന്റെ ജീവിത പരാജയത്തിന് പ്രധാനമായ കാരണം എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കത്തിൽ സ്റ്റാലിന്റെ റെഡ് ആർമിക്ക് പരാജയങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിരുന്നു എങ്കിലും പിന്നീട് അവർ ശക്തമായി തിരിച്ചടിക്കുകയുണ്ടായി. നാസി സൈന്യം പിടിച്ചടക്കിയ റഷ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം യഹൂദന്മാർ കൂട്ടമായി വംശഹത്യയ്ക്ക് ഇരയാക്കപ്പെട്ടിരുന്നു. റഷ്യയിൽ അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചുവിട്ട ഹിറ്റ്ലറെ തീർക്കുവാനുള്ള ദൃഢനിശ്ചയവുമായി സ്റ്റാലിൻ സഖ്യകക്ഷികളുടെ സഹായത്തോടെ ജർമ്മനിയിൽ റെഡ് ആർമിയെ വിന്യസിക്കുന്നു.